നമസ്കാരം. ഡാർക്ക് ട്രൂത്ത് ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ലണ്ടനിലെ പ്രശസ്ത അജ്ഞാത സീരിയൽ കില്ലറായ ജാക്ക് ദി റിപ്പറിനെ കുറിച്ച് കേട്ടിട്ടുള്ളവരായിരിക്കും അല്ലെ? എന്നാൽ നമ്മുടെ കേരളത്തിലും റിപ്പേഴ്സ് എന്നറിയപ്പെടുന്ന ഒരുപാട് സീരിയൽ കില്ലേഴ്സ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പറിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. മറ്റാരുമല്ല, കേരളം കണ്ടിട്ടുള്ളതിലും അറിഞ്ഞിട്ടുള്ളതിലും വെച്ച് ഏറ്റവും ക്രൂരനായ ക്രിമിനൽ എന്നറിയപ്പെടുന്ന മുതുകുറ്റി ചന്ദ്രൻ എന്ന റിപ്പർ ചന്ദ്രനെ കുറിച്ചാണ്. നിലവിൽ കേരളത്തിൽ അവസാനമായി തൂക്കിലേറ്റപ്പെട്ട പ്രതി കൂടിയാണ് റിപ്പർ ചന്ദ്രൻ. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് സ്വന്തം കാമുകന് വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു യുവതിക്ക് കോടതി വധശിക്ഷ വിധിച്ചതിനെ കുറിച്ച്. നിലവിൽ കേരളത്തിൽ ഗ്രീഷ്മയടക്കം 42ഓളം പ്രതികളാണ് വധശിക്ഷ കാത്തുകിടക്കുന്നത്. അതിൽ തന്നെ 40ഓളം പുരുഷന്മാരും 2 സ്ത്രീകളുമാണുള്ളത്. അവസാനം തൂക്കിലേറ്റപ്പെട്ട റിപ്പർ ചന്ദ്രൻ ആരാണ്? എങ്ങനെയാണ് ഇത്രയും കൊടും ക്രൂരനായ ഒരു കുറ്റവാളിയായിട്ട് റിപ്പർ ചന്ദ്രൻ മാറിയത് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. 1950 ഡിസംബർ 15 കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് പാറ്റയുടെയും കുഞ്ഞമ്പൂവിന്റെയും മകനായിട്ടാണ് ചന്ദ്രന്റെ ജനനം. ചന്ദ്രന് ഏകദേശം ഒരു 10 വയസ്സുള്ളപ്പോ ചന്ദ്രന്റെ അച്ഛൻ മരിച്ചു. അച്ഛന്റെ മരണത്തോടെ ചന്ദ്രൻ പഠിത്തം നിർത്തി. പിന്നീട് ചന്ദ്രൻ ഏകദേശം ഒരു 14 വയസ്സുള്ളപ്പോ ചന്ദ്രൻ നാട് വിട്ടു. അങ്ങനെ പല നാടുകളിലും അലഞ്ഞു തിരിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ചന്ദ്രൻ കുറ്റകൃത്യങ്ങളുടെ പാതയിൽ ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു. 1977 കാസർഗോഡ് വെച്ചിട്ടാണ് ചന്ദ്രൻ ആദ്യമായി മോഷണ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. പിന്നീട് ആ കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ചന്ദ്രൻ നേരെ പോകുന്നത് കർണാടകയിലേക്കാണ്. അവിടെ വെച്ച് ചന്ദ്രൻ തിന്മയ്യ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ചന്ദ്രൻ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളിലെല്ലാം ചന്ദ്രന്റെ കൂട്ടാളി കൂടിയാണ് തിന്മയ്യ. 1980കളിൽ കേരളത്തെ വിറപ്പിച്ച മരണദൂതൻ എന്നാണ് റിപ്പർ ചന്ദ്രൻ അറിയപ്പെടുന്നത്. രാത്രികളിൽ ആയുധവും കയ്യിലേന്തി വരുന്ന മരണദൂതനെ ഭയന്ന് ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലം കാസർഗോട്ടിലെയും കണ്ണൂരിലെയും തെക്കൻ കർണാടകയിലൊക്കെ ജനങ്ങൾക്ക് അക്കാലത്തുണ്ടായിരുന്നു. അയാൾ ഒരു ജാലവിദ്യക്കാരനാണെന്നും ഒരേ സമയം പലയിടങ്ങളിൽ അയാൾ പ്രത്യക്ഷപ്പെടും എന്നിങ്ങനെ അയാളെ കുറിച്ച് ഒരുപാട് കഥകൾ നാട്ടിലെല്ലാം പ്രചരിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ കൂടാതെ കർണാടക അതിർത്തികളിൽ പോലും അക്കാലത്തെ ജനങ്ങൾ റിപ്പർ ചന്ദ്രന്റെ പേരിൽ വളരെയധികം ഭീതിയോടെയാണ് ഓരോ രാത്രികളും പകലുകളും കഴിച്ചു കൂട്ടിയിരുന്നത്. തെളിയിക്കപ്പെട്ട 14ഓളം കൊലപാതകങ്ങളാണ് റിപ്പർ ചന്ദ്രൻ ചെയ്തു കൂട്ടിയത്. ലണ്ടനിലെ പ്രശസ്ത അജ്ഞാത സീരിയൽ കില്ലറായ ജാക്ക് ദി റിപ്പറിന്റെ മാതൃകയിലുള്ള ഒരു കൊലപാതക രീതി പിന്തുടർന്നതുകൊണ്ടാണ് മുതുകുറ്റി ചന്ദ്രൻ റിപ്പർ ചന്ദ്രൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത്. 1985 സെപ്റ്റംബർ 10 ചന്ദ്രൻ റിപ്പർ മോഡൽ കവർച്ചയിലേക്കും കൊലപാതക പരമ്പരയിലേക്കും ആദ്യമായി കടക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ചെമ്മാടിന് സമീപം താമസിച്ചിരുന്ന രമണി എന്ന സ്ത്രീയാണ് ചന്ദ്രന്റെ ആദ്യ ഇര. പാതിരാത്രിയിൽ ഇരുട്ടിന്റെ മുഖംമൂടി അണിഞ്ഞ് രമണിയുടെ വീട്ടിലെത്തിയ ചന്ദ്രൻ ഉറങ്ങിക്കിടന്ന രമണിയുടെ തലയിൽ ചുറ്റികൊണ്ട് ആഞ്ഞടിച്ച് അവിടെയുള്ളതെല്ലാം കവർന്നുകൊണ്ട് കടന്നു കളഞ്ഞു. രമണിക്ക് ചുറ്റികൊണ്ട് ശക്തമായ അടി കിട്ടിയെങ്കിലും മരണത്തിന് കീഴടങ്ങാതെ ജീവൻ മാത്രം ബാക്കിയായി രമണിയിൽ. തൊട്ടടുത്ത മാസം തന്നെ മഞ്ചേശ്വരത്തെ ഒരു കുടുംബത്തിലെ 3 പേരെ ചന്ദ്രൻ പിക്കാസ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. കർണാടകയിലെ കുഡ്ലു, ഹെവൻജി, ഹരിയടുക്ക, ചാമണ്ടിക്കുന്ന് എന്നീ വിവിധ സ്ഥലങ്ങളിലായി 13 കൊലപാതകങ്ങൾ നടത്തിയ ശേഷമാണ് ചന്ദ്രനെ പോലീസ് തിരിച്ചറിയുന്നത്. ആളില്ലാത്ത വീടുകൾ, സ്ത്രീകൾ മാത്രം തനിച്ചുള്ള വീടുകൾ, സുരക്ഷിതമല്ലാത്ത വീടുകൾ, റെയിൽവേ ട്രാക്കുകൾക്കും ദേശീയ പാതയോരങ്ങൾക്കും അടുത്തുള്ള വീടുകൾ എന്നിവയൊക്കെയായിരുന്നു ചന്ദ്രൻ ഇത്തരത്തിലുള്ള കവർച്ചകളും കൊലപാതകങ്ങളും നടത്താൻ തെരഞ്ഞെടുത്തിരുന്ന സ്ഥലങ്ങൾ. കാരണം ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാത്ത വിധത്തിൽ എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത് കൊണ്ടായിരുന്നു ചന്ദ്രൻ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത്. അങ്ങനെ ചന്ദ്രൻ പോലീസ് തിരിച്ചറിഞ്ഞ് ചന്ദ്രനായുള്ള അന്വേഷണം കേരളത്തിലും കർണാടകയിലും ഊർജിതമായി നടന്നുകൊണ്ടിരുന്നു. അന്നത്തെ കാലത്ത് ചന്ദ്രൻ തെരഞ്ഞിറങ്ങുന്ന പോലീസുകാർ സ്വന്തം കുടുംബത്തെ മറ്റേതെങ്കിലും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയോ അല്ലെങ്കിൽ നൈറ്റ് പെട്രോളിംഗിന് ഇറങ്ങുന്ന പോലീസുകാർ സ്വന്തം കുടുംബത്തെ കൂടെ ജീപ്പിൽ കൊണ്ടുപോവുകയോ ഒക്കെ ആയിരുന്നു പതിവ്. കാരണം അത്രയും ഭീതിയോടെയായിരുന്നു പോലീസുകാർ വരെ ചന്ദ്രനെ കണ്ടിരുന്നത്. കാരണം അത്രയും ഒരു ക്രൂരനായ ക്രിമിനലാണ്. എവിടെ വേണമെങ്കിലും അയാൾ പ്രത്യക്ഷപ്പെടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് അയാൾക്ക് യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലായിരുന്നു. അത് പ്രായമോ അല്ലെങ്കിൽ ഒരു അയാളുടെ മുന്നിൽ കിട്ടുന്ന ഇര അത് ആരാണെങ്കിലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അയാൾക്ക് യാതൊരു വിധത്തിലുള്ള ദയാദാക്ഷിണ്യവും ഇല്ലായിരുന്നു. ആരെ കണ്ടാലും അയാളുടെ കയ്യിൽ കിട്ടുന്ന ഇര ആരാണെങ്കിലും ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ക്രൂരമായി മർദ്ദിക്കുകയും
കവർച്ച നടത്തുക എന്നുള്ളതായിരുന്നു ചന്ദ്രന്റെ ഒരു രീതി. അങ്ങനെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ 1986 ഫെബ്രുവരി 11 ചന്ദ്രൻ ഒരു കൊലപാതകം കൂടി നടത്തി. കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവിൽ താമസിച്ചിരുന്ന ഒരു സ്ത്രീയെ ക്രൂരമായി തലക്കടിച്ച് കൊലപ്പെടുത്തുകയും തുടർന്ന് ആ വീട്ടിൽ കവർച്ച നടത്തുകയും ചെയ്തു ചന്ദ്രൻ. പറശ്ശിനിക്കടവിൽ നടന്ന ഈ ഒരു കൊലപാതകമായിരുന്നു ചന്ദ്രൻ ചെയ്ത അവസാന കുറ്റകൃത്യം. ഈ ഒരു കൃത്യം നടത്തിയതിനു ശേഷം കർണാടകയിലേക്ക് കടന്നു കളഞ്ഞ ചന്ദ്രനെ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം 1986 ഫെബ്രുവരി 26 ചിക്കമംഗളൂരുവിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. പിന്നീട് 1987 വിചാരണയ്ക്ക് ശേഷം ഒരു കോടതി ചന്ദ്രന് വധശിക്ഷ വിധിക്കുകയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഏകാന്ത തടവിൽ പാർപ്പിക്കുകയും ചെയ്തു. ചന്ദ്രന്റെ കൂട്ടാളിയായ തിമ്മയ്യയ്ക്ക് ആദ്യം കോടതി വധശിക്ഷ വിധിച്ചെങ്കിലും പിന്നീട് വെറുതെ വിടുകയായിരുന്നു. ജയിലിൽ കിടക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും വധശിക്ഷ ഒഴിവാക്കാൻ ചന്ദ്രൻ അപ്പീലുകൾ അയച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവസാനം അതിനൊന്നും ഫലം ഉണ്ടായില്ല. ചന്ദ്രൻ ചെയ്തു കൂട്ടിയ 14 കൊലപാതകങ്ങളിൽ ദമ്പതികളെ കൊലപ്പെടുത്തിയ കേസിൽ മാത്രമാണ് ചന്ദ്രന് വധശിക്ഷ ലഭിച്ചത്. ബാക്കിയുള്ളതിൽ ജീവപര്യന്തമായിരുന്നു ചന്ദ്രന് കോടതി വിധിച്ചത്. 1950 ഡിസംബർ 15 ചന്ദ്രന്റെ ജന്മദിനമാണ്. ഒരു കൊടും കുറ്റവാളിയുടെ ജന്മദിനമൊന്നും ആരുടെയും ഓർമ്മയിലുണ്ടാവില്ല, അല്ലെ? എന്നാ ജന്മദിനത്തിലും തൂക്കിലേറ്റിയ ദിവസത്തിലും മാത്രമല്ല, ജീവിതത്തിൽ ഓരോ ദിനവും ചന്ദ്രനെ ഓർക്കുന്ന ഒരാളുണ്ട്. കോടതി ഉത്തരവനുസരിച്ച് ചന്ദ്രനെ തൂക്കിലേറ്റിയ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് NB കരുണാകരൻ. സേവനത്തിൽ നിന്നും വിരമിച്ച അദ്ദേഹം ഇപ്പൊ വിശ്രമ ജീവിതത്തിലാണ്. അന്നത്തെ കാലത്ത് ചന്ദ്രനെ തൂക്കിലേറ്റുക എന്ന ഈ കൃത്യം നിർവഹിക്കാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആരാച്ചാരില്ലാത്തതിനാൽ കോടതി ഉത്തരവനുസരിച്ച് അന്നത്തെ ജയിൽ സൂപ്രണ്ടായിരുന്ന NB കരുണാകരന് ഈ കൃത്യം ഏറ്റെടുക്കേണ്ടി വരികയായിരുന്നു. ചന്ദ്രനെ തൂക്കിലേറ്റുക എന്ന കോടതി ഉത്തരവ് നടപ്പിലാക്കി 3 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ഇരുവരുടെയും സൗഹൃദവും മരണപ്പിടച്ചിലും ഓർത്ത് തിരകളൊടുങ്ങാത്ത മനസ്സുമായി കഴിയുകയാണ് കരുണാകരൻ. കണ്ണൂർ സെൻട്രൽ ജയിലിലെ പ്രത്യേക ബ്ലോക്കിൽ ഏകാന്തതയിലും ആത്മസംഘർഷത്തിലുമായിരുന്നു ചന്ദ്രന്റെ അവസാന നാളുകൾ. ആദ്യ നാളുകളിൽ ജയിലിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ജീവനക്കാരെ മൊത്തം വിറപ്പിച്ചിരുന്ന ആളായിരുന്നു ചന്ദ്രൻ. മനസ്സ് ശാന്തമായി തുടങ്ങിയതോടെ എഴുത്തും വായനയും പഠിച്ച് ചന്ദ്രൻ പുസ്തക വായന ആരംഭിച്ചു. സാഹസിക ജീവിതം നയിച്ചിരുന്നവരുടെ കഥകളായിരുന്നു ആദ്യമൊക്കെ ചന്ദ്രൻ വായിച്ചിരുന്നത്. പിന്നീട് ആത്മീയ പുസ്തകങ്ങളിലേക്ക് മാറി. വധശിക്ഷ ഉറപ്പായതിനു ശേഷവും ജീവിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം ചന്ദ്രനുണ്ടായിരുന്നു. ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ പലപ്പോഴായി ഏറ്റുപറഞ്ഞു. വധശിക്ഷ ഒഴിവാക്കാനുള്ള നിയമത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞതോടെ വൈകാരിക പിന്തുണ നേടാനും ശ്രമം നടത്തി. സുകുമാർ അഴീക്കോടിനെ കാണുന്നത് ചന്ദ്രന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ വധശിക്ഷ കാത്തുകിടന്ന ചന്ദ്രൻ ഒരു ദിവസം തന്റെ ഈ ആഗ്രഹം സൂപ്രണ്ട് കരുണാകരനെ അറിയിച്ചു. അങ്ങനെ ചന്ദ്രനെ കാണാനായി ഒരു ദിവസം സുകുമാർ അഴീക്കോട് ജയിലിൽ സന്ദർശിച്ചപ്പോ തന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കാൻ ഇടപെടണമെന്നായിരുന്നു ചന്ദ്രന്റെ അഭ്യർത്ഥന. എന്നാൽ സുപ്രീം കോടതി വധശിക്ഷ ശരിവെക്കുകയും രാഷ്ട്രപതി ദയാഹർജി തള്ളുകയും ചെയ്തതോടെ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു സുകുമാർ അഴീക്കോടിന്റെ മറുപടി. ധീരന്മാർ ജീവിതത്തിൽ ഒരിക്കലേ മരിക്കും, എന്നാൽ പീരിക്കൾ പലതവണ മരിക്കും, ധൈര്യമായിരിക്കുക എന്ന സുകുമാർ അഴീക്കോട് പറഞ്ഞ ഈ വാക്കുകളായിരുന്നു പിന്നീട് തൂക്കുകയറിലേക്ക് ചന്ദ്രന്റെ മനസ്സിനെ പാകപ്പെടുത്തിയതും ആത്മധൈര്യം പകർന്നതും. എന്തുകൊണ്ടാണ് സുകുമാർ അഴീക്കോടിനെ പോലെയുള്ള ഒരു വ്യക്തി റിപ്പർ ചന്ദ്രനെ പോലുള്ള ഒരു കൊടും ക്രൂരനായ കുറ്റവാളിയോട് ഇത്തരത്തിലുള്ള ഒരു വാചകം പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല. ചിലപ്പോ തൂക്കുകയറ് കാത്തു കിടന്ന ഒരു പ്രതിയോട് തോന്നിയ ദയായിരിക്കാം അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത്. തൂക്കിലേറ്റുന്നതിന് മുമ്പ് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ചന്ദ്രൻ പറയുന്ന മറുപടി എനിക്ക് എന്റെ അമ്മയെ അവസാനമായി ഒന്ന് കാണണം എന്നായിരുന്നു. അങ്ങനെ ചന്ദ്രന്റെ ഈ ഒരു ആഗ്രഹം ചന്ദ്രന് കോടതി സാധിച്ചു കൊടുത്തു. അങ്ങനെ അമ്മയെ കാണുന്ന നിമിഷത്തിൽ കരഞ്ഞുകൊണ്ട് അടുത്ത് വന്ന അമ്മയെ ചന്ദ്രൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അല്പസമയത്തിനകം ചന്ദ്രന്റെ ഈ ഒരു പിടുത്തം വല്ലാണ്ട് മുറുകി. അല്പസമയം കഴിഞ്ഞപ്പോ അമ്മയുടെ ഉച്ചത്തിലുള്ള നിലവിളിയായിരുന്നു പിന്നീട് എല്ലാവരും കേട്ടത്. അമ്മയുടെ നിലവിളി കേട്ട് പോലീസുകാർ ഓടി വന്ന് ചന്ദ്രന്റെ പിടുത്തത്തിൽ നിന്നും അമ്മയെ രക്ഷപ്പെടുത്തിയപ്പോൾ അവർ കണ്ടത് അമ്മയുടെ ചെവിയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നതായിരുന്നു. മരണം തൊട്ടു മുന്നിൽ വന്നു നിൽക്കുന്ന ഈ ഒരു അവസാന നിമിഷത്തിൽ പോലും നീ ഇത്ര ക്രൂരത കാണിച്ചല്ലോ സ്വന്തം അമ്മയോട് പോലും എന്ന് ഒരു പോലീസുകാരൻ മുഖത്തടിച്ചുകൊണ്ട് ചന്ദ്രനോട് ചോദിച്ചപ്പോ ചന്ദ്രൻ പറഞ്ഞ മറുപടി ഈ തള്ളയാണ് സാറേ എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ ചെയ്തിരുന്ന ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ എന്നിൽ നിന്നും തിരുത്താതെ എനിക്ക് പ്രോത്സാഹനം തരികയായിരുന്നു ഇവർ ചെയ്തത്. കൂട്ടുകാരുടെ പേനയും പുസ്തകങ്ങളും എല്ലാം മോഷ്ടിച്ചുകൊണ്ട് വീട്ടിൽ വന്നിരുന്ന എന്നെ തിരുത്താതെ
എനിക്ക് വീണ്ടും വീണ്ടും അത്തരം തെറ്റുകൾക്ക് പ്രോത്സാഹനം നൽകി എന്നെ ഒരു പെരും കള്ളനാക്കി മാറ്റുകയായിരുന്നു ഇവർ ചെയ്തത് എന്നായിരുന്നു ചന്ദ്രൻ പോലീസുകാരോട് സ്വന്തം അമ്മയെ കുറിച്ച് പറഞ്ഞത്. ചന്ദ്രന് തൂക്കിലേറ്റുന്ന സമയത്ത് 41 വയസ്സായിരുന്നു ചന്ദ്രന്റെ പ്രായം. തലേ ദിവസം ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്തിട്ടില്ല ചന്ദ്രൻ. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് പുതിയ വസ്ത്രം ധരിച്ച് ചന്ദ്രൻ ജയിലിലെ ഇടനാഴിയിലൂടെ തൂക്കുമരത്തിലേക്ക് നടന്നു കയറി. അങ്ങനെ 1991 ജൂലൈ 6 കണ്ണൂർ സെൻട്രൽ ജയിലിലെ കഴുമരത്തിൽ റിപ്പർ ചന്ദ്രൻ എന്ന കൊടും ക്രൂരനായ കുറ്റവാളി അവസാനിച്ചു. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.